മോട്ടോ മോട്ടോ യൂണിഫോം വീണ്ടും യൂണിഫോം. അപ്പോൾ ഒരു കമ്പരാതിയുണ്ട്, ഒരു കമ്പരാതി ഓടി നടന്ന് കഴപ്പ് തീർത്ത് ഓരോ ആളുകളിൽ നിന്ന് ഓരോ മക്കളെ ഓരോ ബോണസ് വാങ്ങിച്ച് കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു കമ്പരാതിക്ക് എൻ്റെ അച്ഛൻ ആരെന്നറിയണോ? എടി ആ മനുഷ്യൻ മരണപ്പെട്ടു പോയടി. അത് മാത്രമല്ല, എൻ്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാടി എൻ്റെ അച്ഛൻ ആരാണെന്ന്. അതിനേക്കാൾ വിശേഷം എന്തെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ല, എനിക്ക് നന്നായിട്ട് അറിയാടി എൻ്റെ അച്ഛൻ ആരാണെന്ന്. എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റിലൊക്കെ എൻ്റെ അച്ഛൻ്റെ പേര് വാല് പോലെ കൊടുത്തിട്ടുണ്ടടി. പിന്നെ അത് മാത്രമല്ല, എനിക്ക് 6 മക്കളുണ്ട്. എൻ്റെ 6 മക്കൾക്ക് തന്ത ഒന്നേ ഉള്ളൂ. മോളെ, നിൻ്റെ ഒരു കൊച്ചിന് എത്ര തന്തന്മാരുണ്ട്? അതാദ്യം നീ പറ. നീ എൻ്റെ അച്ഛൻ്റെ ലിസ്റ്റ് എടുക്കുന്നതിന് മുമ്പ്, എൻ്റെ അച്ഛൻ്റെ ബയോഡേറ്റ എടുക്കുന്നതിന് മുമ്പ് നിൻ്റെ ഒരു കുട്ടിക്ക് എത്ര തന്തയുണ്ട് എന്നുള്ളത് ആദ്യം ടോസ് ഇട്ട് കണ്ടുപിടിച്ചിട്ട് എൻ്റെ കുട്ടികളുടെയൊക്കെ അച്ഛന്മാരെ നിനക്ക് പോലും അറിഞ്ഞുകൂടാ എന്ന് നീ ഇന്നലത്തെ ഒരു ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യമാണോ? പിന്നെ ഓടി നടന്ന് മക്കളെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ എത്ര തന്തമാരെന്നൊക്കെ ആർക്കറിയാം അല്ലേ മോളെ? എന്നാലും നമ്മൾ ആലിമിന് പഠിച്ചതാണേ, നമ്മൾ ഭയങ്കര ആലിമാണേ അല്ലേ മോളെ? നീ ഷെഫീന താത്തയുടെ പിന്നാലെ പോയതുപോലെ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഷെഫീന താത്ത നിനക്കെതിരെ തന്ന കേസുകൾ പോലെ ആയിരിക്കില്ല ഞാൻ നിനക്ക് തരുന്ന സാധനങ്ങൾ. ഞാൻ കേസായിട്ട് നിനക്ക് തന്നില്ല എങ്കിൽ നീ ഓർത്തോ, നിനക്കത് പലത് ഗ്യാസായിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് വരും. എത്ര മാസമായിടി നിനക്ക് ഞാനിങ്ങനെ തന്നോണ്ടിരിക്കുന്നു. ഇനിയും ഉണ്ട്. നീ എന്തോ വിചാരിച്ച് നീ ഗർഭിണിയായി കഴിഞ്ഞാൽ ഞാൻ നിന്നെ വെറുതെ വിടുന്ന? വേടെ, നിനക്കുള്ളത് ഞാൻ 1 by 1 ആയിട്ട് തന്നോണ്ടിരിക്കൂലേ മോളെ? ഇത് മാത്രമല്ല, ഒരുപാട് പേർക്കുള്ളത് ഒരുപാട് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും സമയാസമയം അത് ഞാൻ തരും കേട്ടോ. എന്താ പറയുക? അപ്പം മോളെ, എനിക്കൊരു തന്ത മാത്രമേ ഉള്ളൂ. ആ തന്ത ആരാണെന്ന് എൻ്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ സർട്ടിഫിക്കറ്റുകളിൽ എനിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടേ. എൻ്റെ അമ്മ പിഴച്ചല്ല പെറ്റത് എന്ന എൻ്റെ വലിയ ഉദാഹരണം എന്താണെന്നറിയാമോ മോളെ? എനിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത്. ആ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എൻ്റെ അച്ഛൻ്റെ പേര് നല്ല വെണ്ടയ്ക്ക് അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റുകളിലെല്ലാം തന്നെ എൻ്റെ അച്ഛൻ്റെ പേരുണ്ട്. അത് മാത്രമല്ല, എൻ്റെ പേരിന് പിറകിൽ ഇപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ പേരാണ്. എൻ്റെ മക്കളുടെ എല്ലാവരുടെ പേരിന് പിറകിൽ എൻ്റെ ഭർത്താവിൻ്റെ പേരുണ്ട് മോളെ. അവരുടെ സ്വന്തം പാപ്പാൻ്റെ. നിനക്കുണ്ടത്?